ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചൂസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിമിനറി എക്സാം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായൊരു മോക്ക് ടെസ്റ്റ് സീരീസാണ് നമ്മളുടെ ചാനലിൽ കൂടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2022 നടത്തിയ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. ആൻസർ നീരജ് ചോപ്ര. 2. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. 3. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പി വത്സല. 4. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ആൻസർ 15ാമത് നിയമസഭ. ആൻസർ 15. 5ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം? ആൻസർ EOS 04. ആൻസർ EOS 04. 6. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ കെ കസ്തൂരിരംഗൻ. ആൻസർ കെ കസ്തൂരിരംഗൻ. 7th ക്വസ്റ്റ്യൻ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ താലോലം. ആൻസർ താലോലം. 8ാമത്തെ ക്വസ്റ്റ്യൻ, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ പി ജയചന്ദ്രൻ. 2021 JC ഡാനിയൽ പുരസ്കാരം പി ജയചന്ദ്രൻ. 9. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ നൂൽപ്പുഴ. ആൻസർ നൂൽപ്പുഴ. 11. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലമാണ്. 12. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. കാവേരി, മഹാനദി, നർമ്മദ, ലൂണി. ആൻസർ ലൂണി. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ലൂണി. 13. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി?
ആൻസർ പരുത്തി കൃഷി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി. 14. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മേഘാലയ. മൗസിൻഡ്രം മേഘാലയയിലാണ്. 15. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ആൻസർ സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ആൻസർ മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. 17. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 18. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ സോജില ചുരം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. 19. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം. ആൻസർ ഖാരിഫ്. ആൻസർ ഖാരിഫ്. 20. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ജൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ആൻസർ NW2. ആൻസർ NW2. 21. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ആൻസർ 1946 ഡിസംബർ 9-ന്. ആൻസർ 1946 ഡിസംബർ 9-ന്. 22. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ 1, 2, 3 ശരിയാണ്. റോങ് ആയിട്ടുള്ളത് നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നുള്ളത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഇനി കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A-യിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ 3 ഓപ്ഷൻസും കറക്റ്റാണ്. 23. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി. ആൻസർ മലാല യൂസഫ്സായ്. ആൻസർ മലാല യൂസഫ്സായ്. 24. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. ആൻസർ ആന്ധ്രാപ്രദേശ്. 25. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ആൻസർ 42-ാം ഭേദഗതി. ആൻസർ 42-ാം ഭേദഗതി. 26. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. തെങ്ങ്, ഇലഞ്ഞി, അരയാൽ, കണിക്കൊന്ന. ആൻസർ അരയാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാൽ. 27. ഇന്ത്യയുടെ ദേശീയ ഗീതമായ
വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ആനന്ദമഠം. ആൻസർ ആനന്ദമഠം. 28 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ആൻസർ അയിത്ത നിർമാർജനം. ആൻസർ അയിത്ത നിർമാർജനം. 29 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ആൻസർ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 30 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 31 പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. 32 വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 33 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? ആൻസർ തൃശൂർ ജില്ല. ആൻസർ തൃശൂർ ജില്ല. 34 സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ അരുവിപ്പുറം. ആൻസർ അരുവിപ്പുറം. 35 കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ആൻസർ മലബാർ. ആൻസർ മലബാർ. 36 മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ആൻസർ പയ്യന്നൂർ. ആൻസർ പയ്യന്നൂർ. 37 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. 38 മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ആൻസർ ചാന്നാർ ലഹള. ആൻസർ ചാന്നാർ ലഹള. 39 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആൻസർ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ആൻസർ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ രാമനമ്പി. ആൻസർ രാമനമ്പി. താങ്ക് യു.